Hi all. നമ്മൾ ഇന്ന് അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിന്റെ എക്സാമിൻ്റെ ഇതെല്ലാം വന്നു അല്ലേ, ഹോൾ ടിക്കറ്റ് എല്ലാവർക്കും കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ മെസ്സേജ് എല്ലാം എല്ലാവർക്കും വന്നു എന്ന് കേട്ടു. സോ അപ്പം എല്ലാവരും അതിൻ്റെ തയ്യാറെടുപ്പിലായിരിക്കും. എക്സാമിന് നമുക്ക് ഓരോ സബ്ജക്ട്സ് ആയിട്ട് നിങ്ങളെല്ലാവരും നല്ലോണം പ്രിപ്പയർ ചെയ്ത് കാണും അല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്ന സബ്ജക്റ്റിലെ കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഒരു ഓവറോൾ ഞാനൊന്ന് ബ്രഷപ്പ് ചെയ്ത് നമുക്ക് പോവാം. ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്ക് നമ്മൾ കൺട്രോൾ സിസ്റ്റം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. കൺട്രോൾ സിസ്റ്റം ഏത് ടൈപ്പ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നു, ബ്ലോക്ക് ഡൗൺ റിഡക്ഷൻ, പിന്നെ സിഗ്നൽ ഫ്ലോ ഗ്രാഫ്, ദെൻ ടൈം റെസ്പോൺസ് അനാലിസിസ്, ഫ്രീക്വൻസി റെസ്പോൺസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു. ഇത് നമ്മളതിൻ്റെ ജസ്റ്റ് PYQ നമ്മൾ ചെയ്യുകയാണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കുണ്ട്, നമ്മുടെ കയ്യിലുണ്ട്. We can discuss one by one. I hope if you have any doubts, just give a message, I will see. Right? അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. As compared to a closed loop system, an open loop system is more stable as well as more accurate, less stable as well as accurate, more stable but less accurate, less stable but more accurate. So this is the question. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം ആൻഡ് ഓപ്പൺ ലൂപ്പ് സിസ്റ്റം. സോ വാട്ട് ഈസ് ദ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ എ ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം ആൻഡ് ഓപ്പൺ ലൂപ്പ് സിസ്റ്റം? നമുക്കറിയാം, ഒരു ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു ഫീഡ്ബാക്ക് കാണും. ഓപ്പൺ ലൂപ്പ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ദർ ഇസ് നോ ഫീഡ്ബാക്ക്. ഐ ഹോപ്പ് യു റിമെമ്പർ, ഇഫ് വി ഹാവ് എ സിസ്റ്റം, നമ്മുടെ കയ്യിലൊരു സിസ്റ്റം ഉണ്ടെന്ന് വയ്ക്കുക. ജസ്റ്റ് വി ഹാവ് എ സിസ്റ്റം. If you have an input like this, if you are providing an input, let it be R of S, and we are obtaining an output, let it be C of S. If a feedback is provided, then the system is called closed loop system. If you are not providing any feedback, feedback provide ചെയ്തിട്ടില്ലാത്ത സിസ്റ്റത്തിനെ നമുക്ക് ഓപ്പൺ ലൂപ്പ് സിസ്റ്റം എന്ന് പറയാം. അപ്പോൾ ഇതിൽ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, സ്റ്റേബിൾ ആൻഡ് ആക്യുറേറ്റ്. സ്റ്റേബിൾ ആൻഡ് ആക്യുറേറ്റ്, ഇത് രണ്ടുമാണ് നമുക്ക് വേണ്ടത് അല്ലേ. ഏതായിരിക്കും മോർ സ്റ്റേബിൾ അല്ലെങ്കിൽ മോർ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഓപ്പൺ ലൂപ്പ് സിസ്റ്റം നമുക്ക് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. സാധാരണ ഒരു ട്രാഫിക് ഐലൻഡ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വി ഹാവ് 4 ട്രാഫിക് സിഗ്നൽസ് ആർ ദേർ. അതിൽ നമ്മൾ ടൈം ഓൾറെഡി നമ്മൾ പ്രിസ്ക്രൈബ്ഡ് ആയിട്ട് സെറ്റ് ചെയ്ത് വയ്ക്കുകയാണ്. സേ ഫോർ 60 സെക്കൻഡ്സ് ഓർ 50 സെക്കൻഡ്സ്, വാട്ട് എവർ മേ ബി. 4 ഡയറക്ഷനിൽ നമ്മൾ ടൈം സെറ്റ് ചെയ്ത് വയ്ക്കുകയാണ്. ഇപ്പോൾ ഒരു ഡയറക്ഷനിൽ നമ്മൾ വണ്ടി വരികയാണ്, ഗ്രീൻ വരുന്നു, പോകുന്നു. അത് എന്ത് ചെയ്യുന്നില്ല, ഡെൻസിറ്റി ഓഫ് ട്രാഫിക് മെഷർ ചെയ്യുന്നില്ല. സോ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എൻ ഓപ്പൺ ലൂപ്പ് സിസ്റ്റം. ആ സെയിം സംഭവം തന്നെയാണ്. അപ്പോൾ ഓപ്പൺ ലൂപ്പ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താ, ഇറ്റ് വിൽ ബി മോർ സ്റ്റേബിൾ, റൈറ്റ്? ഇറ്റ് വിൽ ബി മോർ സ്റ്റേബിൾ ബട്ട് ആക്യുറസി വിൽ ബി ലെസ്. അതിനിപ്പോൾ ഒരു പോലീസുകാരനാണ് അവിടെ നിൽക്കുന്നത്. ജസ്റ്റ് ഇമാജിൻ അവരെങ്ങനെയായിരിക്കും ട്രാഫിക് കൺട്രോൾ ചെയ്യുന്നത്? സോ ബേസ്ഡ് ഓൺ അവരാദ്യം നോക്കുക, ഓരോ ഡയറക്ഷനിൽ നോക്കും. ഏത് ഡയറക്ഷനിലാണോ വണ്ടി കൂടുതലുള്ളത് ആ ഡയറക്ഷനിൽ എന്തോ കൂടുതൽ സമയം അനുവദിക്കും വണ്ടി പോകാനായിട്ട്. സോ ദാറ്റ് മീൻസ് ഇറ്റ് വിൽ ബി ലിറ്റിൽ മോർ ആക്യുറേറ്റ് വെൻ വി ആർ കമ്പയർഡ് വിത്ത് ദ ഓപ്പൺ ലൂപ്പ് സിസ്റ്റം അല്ലേ. സോ സി, ആസ് കമ്പയർഡ് ടു എ ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം, an open loop system is more stable but less accurate. Is it clear? Clear? Right, it's a simple question. We can move to the next question. It's a very, very simple question. Right, next question. A linear time invariant system initially at rest when subjected to a unit step input gives a response y of t is equal to t e raised to minus t. Then the transfer function of the system is, there are 4 options are there. 1 by s plus 1 the whole square, 1 by s into s plus 1 the whole square, s divided by s plus 1 the whole square, 1 divided by s into s plus 1. ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് പണ്ട് ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഗേറ്റ് എക്സാമിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ബട്ട് നൗ ഡേയ്സ് ഇത് എവിടെയും ചോദിക്കാൻ സാധ്യതയുണ്ട്. PSC എക്സാംസിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എങ്ങനെ നമുക്ക് ചെയ്യാൻ നോക്കിയേ. എ ലീനിയർ ടൈം, പ്ലീസ് കീപ് ഇൻ മൈൻഡ്, ലീനിയർ ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റം
But transfer function എന്ന് പറയുന്നത് നമുക്കറിയാം transfer function എന്ന് പറയുന്നത് എന്താണ്? It is nothing but the Laplace transform of output variable to the Laplace transform of input variable അല്ലേ? Laplace transform of output variable to the Laplace transform of input variable നെ നമുക്ക് എന്ത് പറയാം? Transfer function എന്ന് പറയാം. Is it clear? Transfer function എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് നോക്കിയേ? Initially it rests when subjected to a unit step input അല്ലേ? Unit step input, it gives a response y of t is equal to t e raised to minus t. Very simple. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് എഴുതാം y of t is given as t e raised to minus t. It is the എന്താണ്? ഇതാണ് എന്താ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. This is my output. Clear? It is the output. Now what is the input? It is provided a unit step input. Let it be I am providing this as x of t at my input. That is nothing but u of t. It is given as my input. So what will be my transfer function? Transfer function is nothing but it's the Laplace transform of output variable to the Laplace transform of input variable. Clear? So it is the Laplace transform of output divided by Laplace transform of input variable. So what will be the best answer? So we have to take the Laplace transform of this output variable as well as the input variable, right? So നമുക്ക് ലാപ്ലേസ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അല്ലേ? ലാപ്ലേസിൽ യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ടിൻ്റെ ലാപ്ലേസ് എന്ന് പറയുന്നത് എന്താണ്? 1/s. അതേപോലെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ആർ ഓഫ് ടി ഒരു റാമ്പ് സിഗ്നൽ ആണെന്നുണ്ടെങ്കിൽ എന്താ? വി ക്യാൻ റൈറ്റ് 1/s² അല്ലേ? 1/s². അതേപോലെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e raised to minus at എന്ന് പറയുന്നത് എന്താണ്? 1/s+a. അതേപോലെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e raised to at എന്ന് പറയുന്നത് എന്താ? 1/s-a. ഇങ്ങനെ നമുക്ക് ലാപ്ലേസ് കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് ഫങ്ഷൻസിന് ലാപ്ലേസ് ട്രാൻസ്ഫോം നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ക്ലിയർ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കിയാൽ what happened? t e raised to minus t. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t e raised to minus t എന്ന് പറയുന്നത് എന്തായിരിക്കും? e raised to minus t യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് 1/s+1. e raised to minus t യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം 1/s+1 like this. e raised to minus at where a is equal to 1, right? Where a is equal to 1, so 1/s+1. t എന്ന് പറയുമ്പോൾ എന്താ? s² വരാണ് അല്ലേ? So that means it will be nothing but 1/s+1 the whole square, right? 1/s+1 the whole square. What will be my input? Laplace transform of input. So Laplace transform of u of t will be equal to 1/s. അല്ലേ? ഇൻപുട്ട് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് 1/s. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ what is the transfer function? Let it be h of s is equal to ലാപ്ലേസ് ട്രാൻസ്ഫോം h of s is equal to എന്താണ് എഴുതാം നമുക്ക്? ഔട്ട്പുട്ട് വേരിയബിൾ. So 1/s+1 the whole square divided by Laplace transform 1/s. So what is the final transfer function? h of s is equal to s divided by s+1 the whole square, right? S divided by s+1 the whole square. So what will be the best answer? The best answer will be option C is the correct answer. Clear? h of s is equal to s by s+1 the whole square. I hope it is clear. I hope this question is clear. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സാധാരണ ലീനിയർ ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റത്തിലായിരിക്കും നമ്മൾ കണ്ടുപിടിക്കുന്നത്. നോൺ ലീനിയർ ടൈം വേരിയൻറ്റ് സിസ്റ്റത്തിൽ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യത്തില്ല? വി ആർ നോട്ട് യൂസിങ് ഓർ വി ആർ നോട്ട് പ്രൊവൈഡിങ് എനി ട്രാൻസ്ഫർ ഫംഗ്ഷൻ. അപ്പോൾ അവിടെ നമ്മൾ എങ്ങനെയാണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്നത്? നമ്മൾ സ്റ്റേറ്റ് സ്പേസ് അനാലിസിസ് മെത്തേഡിൽ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി നമുക്ക് ആൻസർ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഐ ഹോപ്പ് ദിസ് പ്രോബ്ലം ഈസ് ക്ലിയർ. നൗ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. See, for a tachometer, omega of t is the rotor displacement in radians, E of t is the output voltage, and kT is the tachometer constant in volt per radian per second. Then the transfer function E of s by omega s will be option A, kT s square, kT by s, kT s or kT. So what will be the most best answer?
So what will be the most best answer? So first thing we have to know the tachometer converts, first point to remember, tachometer converts the rotation into voltage. Clear? The tachometer converts the rotation into voltage. Keep it in mind. Right? Tachometer എന്ത് ചെയ്യുന്നു? Voltage means rotation voltage ആയിട്ട് convert ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കാം. So what will be the output here? What will be the output here? My output is E of t. My output is E of t. See, E of t is my output. And what will be my input? What is my input? Input is nothing but by omega s or omega of t. Clear? Omega of t. So what it means? What it means? What it means? Tachometer എന്തുമാത്രം റൊട്ടേറ്റ് ചെയ്യുന്നു, റോട്ടർ ഡിസ്പ്ലേസ്മെൻറ്റ് ചെയ്യുന്നു, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് വോൾട്ടേജ് കിട്ടുന്നു എന്നതാണ് നമ്മൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇ ഓഫ് ടി, നമുക്ക് കിട്ടുന്ന ഇ ഓഫ് ടി എന്ന് പറയുന്നത് ഇറ്റ്സ് പ്രൊപ്പോർഷണൽ ടു ഡി ഒമേഗ ഓഫ് ടി ബൈ ഡി ടി എന്ന് നമുക്ക് എഴുതാം. ക്ലിയർ? ഇ ഓഫ് ടി ഈസ് പ്രൊപ്പോർഷണൽ ടു ഡി ഒമേഗ ഓഫ് ടി ബൈ ഡി ടി എന്ന് എഴുതാം. So here I am giving a proportionality constant. See, what is the KT is the tachometer constant. But tachometer constant is proportional to the K times T d of omega T divided by dt. Clear? Hope ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക, ചേഞ്ച് ഇൻ റൊട്ടേഷൻ എന്ന് പറയുന്നത് ആംഗുലാർ വെലോസിറ്റി, അതിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും വോൾട്ടേജ് ഉണ്ടാവുന്നത്. അപ്പം അതായത് ഇ ഓഫ് ടി ഈസ് പ്രൊപ്പോർഷണൽ ഡി ഒമേഗ ഓഫ് ടി ബൈ ഡി ടി എന്ന് എഴുതി. സോ ഇ ഓഫ് ടി ഈസ് ഈക്വൽ ടു കെ ടി ഇൻറ്റു ഡി ഒമേഗ ഓഫ് ടി ബൈ ഡി ടി. നൗ taking Laplace transform on the above equation, taking Laplace transform on the above equation, taking Laplace transform on the above equation, what it becomes? It becomes E of s, right? E of s is equal to kt, ഒരു ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ എന്താ പറ്റും? എസ് ഇൻറ്റു ഒമേഗ ഓഫ് എസ്. സോ വി ക്യാൻ റൈറ്റ് ബട്ട് ഇസ് ഇ ഓഫ് എസ് ബൈ ഒമേഗ ഓഫ് എസ് ഇസ് ഈക്വൽ ടു കെ ടി ഇൻറ്റു എസ്. സോ വി ഗെറ്റ് കെ ടി ഇൻറ്റു എസ് എന്ന് നമുക്ക് കിട്ടും. സോ വാട്ട് വിൽ ബി ദ ബെസ്റ്റ് ആൻസർ? ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. കെ ടി ഇൻറ്റു എസ് നമുക്ക് കിട്ടും. ക്ലിയർ? ഇത് ഒരു ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ. ട്രാൻസ്ഫർ ഫംഗ്ഷൻ നേരത്തെ പറഞ്ഞു ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കാനുള്ളത്. So keep in mind when we are going for a transfer function. So from ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. കെ ടി എസ് ഓപ്ഷൻ സി തന്നെ നമുക്ക് കിട്ടും. റൈറ്റ്? സോ നിങ്ങൾ ഇത് കുറച്ച് കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കുന്നു. ഓക്കെ, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഡെൽ ഓഫ് ടി. ഡെൽ ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡെൽ ഓഫ് ടി എന്ന് പറയുന്നത് എന്താ? ഇമ്പൾസ് ഫംഗ്ഷൻ. ഇമ്പൾസ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. ദെൻ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് യു ഓഫ് ടി എന്ന് പറയുന്നത് it will be 1 upon s. Laplace transform of r of t, ഒരു റാമ്പ് സിഗ്നൽ ആണ് കൺസിഡർ ചെയ്യുന്നുവെങ്കിൽ 1 upon s square. Laplace transform of p of t, if it's a parabolic signal it will be nothing but 2 by s cube. If it is a exponential function it is 1 upon s plus a. Laplace transform of e raised to at, it is 1 by s minus a. ഓക്കെ, അറ്റ്ലീസ്റ്റ് നമുക്ക് ഇത്രയും കാര്യങ്ങളെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇത്രയും കാര്യം ലാപ്ലേസ് ട്രാൻസ്ഫോം അറിഞ്ഞിരുന്നാൽ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ, ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിലെ പ്രോബ്ലംസ് ചെയ്യാൻ ഇറ്റ് വിൽ ബി വെരി മച്ച് ഈസി. ക്ലിയർ? സോ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. None of the poles of a linear control system lie in the right half of S plane. For a bounded input, the output of the system is always bounded, could be unbounded, always tends to 0, none of the above. So what will be the most suitable answer? See, ഒരു കൺട്രോൾ സിസ്റ്റത്തിൽ
റൈറ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിനിൽ പോൾസ് ഒന്നും ഇല്ല എന്ന് പറയുന്നത്. ഫോർ എ ബൗണ്ടഡ് ഇൻപുട്ട് എന്ന് പറയുന്നു അല്ലേ. അപ്പോൾ വളരെ പ്രധാനമാണ്. നമ്മൾ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തു എന്താണ് ബൗണ്ടഡ് ഇൻപുട്ട് എന്നും എന്താണ് ബൗണ്ടഡ് ഔട്ട്പുട്ട് എന്നൊക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു. സോ വെൻ വി ആർ ടോക്കിംഗ് അബൌട്ട് ദ സ്റ്റെബിലിറ്റി ഓഫ് എ സിസ്റ്റം, വെൻ വി ആർ ടോക്കിംഗ് അബൌട്ട് ദ സ്റ്റെബിലിറ്റി ഓഫ് എ സിസ്റ്റം, always we are focusing on BIBO stability. It is called as BIBO stability. What do you mean by this BIBO stability? BIBO means we have a bounded input, right? If we have a bounded input, bounded output system. Okay, bounded input, bounded output സിസ്റ്റത്തിനെയാണ് നമ്മൾ ബിബോ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബൗണ്ടഡ് ഇൻപുട്ട് നമ്മൾ ഒരു സിസ്റ്റത്തിലേക്ക് കൊടുക്കുകയാണെങ്കിൽ വാട്ട് ആർ ദ പോസിബിലിറ്റീസ് ഇഫ് യു ആർ പ്രൊവൈഡിങ് എ സിസ്റ്റം, വി ഹാവ് എ സിസ്റ്റം, ലെറ്റ് ഇറ്റ് ബി കൺസിഡറിങ് എ സിസ്റ്റം. ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ ഒരു ബൗണ്ടഡ് ഇൻപുട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ what are the chances we have? We are expecting the output should be bounded. അല്ലേ, ഔട്ട്പുട്ട് ബൗണ്ടഡ് ആവാം, bounded output ആവാം, or it may be an unbounded output also. Unbounded output also. ഓക്കെ, ഇപ്പോൾ ഒരു ബൗണ്ടഡ് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ബൗണ്ടഡ് ഔട്ട്പുട്ട് തന്നെ വരണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. Because it depends upon the poles. It depends on the poles on j omega axis. On j omega axis. J omega axis illulla poles um adepole and also at the origin and at origin also. Okay. J omega axis il varuna poles aayikotte alleki original aayirikkunna poles aayikotte, that output may be bounded or unbounded. Okay, may be bounded or it may be unbounded. നമുക്ക് അതൊന്നും predict ചെയ്യാൻ പറ്റത്തില്ല. Even though നമുക്ക് ബൗണ്ടഡ് ഇൻപുട്ട് കൊടുത്ത് ബൗണ്ടഡ് ഔട്ട്പുട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം the system is stable എന്ന് പറയാം. ബൗണ്ടഡ് ഇൻപുട്ട് കൊടുത്താൽ ബൗണ്ടഡ് ഔട്ട്പുട്ടേ കിട്ടാവൂ എന്ന് ഒരു നിർബന്ധവും ഇല്ല. ബൗണ്ടഡ് ഇൻപുട്ട് കൊടുത്താൽ it may be unbounded, ബൗണ്ടഡ് തന്നെ കിട്ടാം. സോ ഹിയർ നമുക്കത് ഓൾവേസ് ബൗണ്ടഡ് എന്ന് പറയുന്നത് തെറ്റാണ്. എപ്പോഴും ബൗണ്ടഡ് തന്നെ കിട്ടണം നിർബന്ധമൊന്നുമില്ല. കുഡ് ബി അൺബൗണ്ടഡ്, അൺബൗണ്ടഡ് ആവണമെന്നും നിർബന്ധമില്ല. ഇറ്റ്സ് നോട്ട് ടെൻസ് ടു 0. സോ വി ക്യാൻ ചൂസ് നൺ ഓഫ് ദി എബോവ് ബിക്കോസ് ദ ആൻസർ ഈസ് ഇഫ് യു ആർ പ്രൊവൈഡിങ് എ ബൗണ്ടഡ് ഇൻപുട്ട് ടു എ സിസ്റ്റം, ദ സിസ്റ്റം വിൽ പ്രൊഡ്യൂസ് bounded output or an unbounded output. So whatever may be, it can have two possibilities. So the right answer or the most suitable answer will be option D will be the answer. Clear? I hope it is clear. Now we can move to the next question. Next question again it will be comes under the category of stability. Comes under the category of stability. See, the number of roots on the equation 2s raised to 4 plus s cube plus 3s square plus 5s plus 7 is equal to 0 that lie in the right half of S plane 0, 1, 2 and 3. So what will be the most suitable answer? 0, 1, 2, 3. See, this question comes under the category of Routh-Hurwitz criteria. Routh-Hurwitz criteria. So I hope you know what you mean by Routh-Hurwitz criteria. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റെബിലിറ്റിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് Routh-Hurwitz criteria എന്ന് പറയുന്നത്. There are different methods are there. Inverse polynomial method നമുക്ക് യൂസ് ചെയ്യാം, Routh-Hurwitz criteria യൂസ് ചെയ്യാം. Then ഇതിന് ഈ Routh-Hurwitz criteria തന്നെ there will be different methods are there, different cases are there. Clear? അപ്പോൾ Routh-Hurwitz criteria എന്താ പറയുന്നത്? It always to check whether any poles will lies on the right half of S plane. എന്തെങ്കിലും ഒരു പോള് റൈറ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിനിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. If it finds any one pole on the right half of S plane, then we can say the system is unstable. അല്ലേ, നമുക്ക് തന്നിരിക്കുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത്. വി ഹാവ് എ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ നോക്കാം ഹൗ ഇറ്റ് ഈസ്
possible? How is it possible? Right? 2s raised to 4. My equation is simple. 2s raised to 4 plus s cube plus 3s square plus 5s plus 7 is equal to 0. This is my equation. So I am starting s raised to 4, s cube, s square, s raised to 1 and s raised to 0. I am going to write the first thing. 2, first letter, first term is 2. Now alternate terms will be 3 and 7. So I am going to write 2, then 3, then followed by 7. Next line, we have to mark the odd terms, s cube and 5s. So I am going to write s cube as 1 and the second term is 5. I am going to write the next line. I am going to write the next line. S square term, it will be nothing but 1 into 3 minus 2 into 5 divided by 1. So what will be the value? 3 minus 10 by 1. 3 minus 10 is minus 7. So what will be the next value? Next value is 1 into 7 minus 2 into 0 divided by 1. So what will be the value? It will be nothing but it is 7. 1 into 7 is 7. 7 minus 2, 7 minus 0, 7 divided by 1, 7. Now next line. Minus 7 into 5 minus 1 into 7 divided by minus 7. So what will be the value? Minus 7 into 5, minus 35, minus 35 minus 7, minus 42. Minus 42 by minus 7 is 6. So there is no other term. Now the next thing is 6 into 7, 6 into 7 minus 7 into 0 divided by 6. So the value here will be 7. So we completed the arrays. So here നമുക്ക് ഒരു കാര്യം റൗത്ത് ഹെർവിറ്റ്സ് ക്രൈറ്റീരിയ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തത് കറക്റ്റ് ആണോ അല്ലേ എന്നുള്ളത് കണ്ടുപിടിക്കാൻ എളുപ്പമുള്ള ഒരു മാർഗ്ഗമുണ്ട്. എന്താണെന്നറിയോ? നമ്മുടെ ഈ കോൺസ്റ്റൻറ്റ് ടേം എന്താണെന്നുള്ളത് നോക്കുക. കോൺസ്റ്റൻറ്റ് ടേം എത്രയാണ്? 7 നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് അല്ലേ? 7 ഈസ് ഹിയർ. സോ ഡെഫിനറ്റ്ലി ഓരോ റോ കഴിഞ്ഞിട്ട് ഓൾട്ടർനേറ്റ് റോസിൽ ദിസ് വാല്യൂ വിൽ ബി റിപ്പീറ്റിംഗ്. സി ഇത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരും. ഉറപ്പായിട്ട് ഇത് റിപ്പീറ്റ് ചെയ്ത് വരും. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് കറക്റ്റാണെന്ന് വിചാരിക്കാം. ഓക്കെ, കറക്റ്റാണ്. ഓക്കെ, നൗ my aim is we have to find whether it will be how many roots അല്ലേ, നമ്പർ ഓഫ് റൂട്ട്സ് റൈറ്റ് ഹാഫ്, എത്ര റൂട്ട്സ് ആണ് റൈറ്റ് ഹാഫിലുള്ളത് എന്നുള്ളത്. ഇപ്പോൾ റൗത്ത് ഹെർവിറ്റ്സ് ക്രൈറ്റീരിയ പറയുന്നത് തന്നെ എന്താണ്? ഇത് ഉറപ്പായിട്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കും. ഫസ്റ്റ് കോളത്തിൽ എത്ര നമ്പർ ഓഫ് സൈൻ ചേഞ്ചസ് ഉണ്ടോ അത്രയും റൂട്ട്സ് റൈറ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിനിൽ വരും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് സൈൻ ചേഞ്ച് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കാം. സി, പോസിറ്റീവ് ടു പോസിറ്റീവ് ദർ ഇസ് നോ സൈൻ ചേഞ്ച്. ഹിയർ പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലോട്ട് ഒരു സൈൻ ചേഞ്ച് ഉണ്ട്. പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലോട്ടൊരു സൈൻ ചേഞ്ച് ഉണ്ട്. അതേപോലെ നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലോട്ട് വേറൊരു സൈൻ ചേഞ്ച് ഉണ്ട്. അഗൈൻ പോസിറ്റീവ് പോസിറ്റീവ്. സോ ഹിയർ പോസിറ്റീവ് നിന്ന് നെഗറ്റീവ്, നെഗറ്റീവ് നിന്ന് പോസിറ്റീവ്. ദാറ്റ് മീൻസ് 2 പ്രാവശ്യം സൈൻ ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യം സൈൻ ചേഞ്ച് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം 2 പോൾസ് റൈറ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിനിലുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ മൊത്തം എത്ര റൂട്ട്സ് ഉണ്ട്? 4 റൂട്ട്സാണുള്ളത്. 4 റൂട്ട്സിൽ 2 റൂട്ട്സ് റൈറ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിനിലും 2 റൂട്ട്സ് ലെഫ്റ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിനും. അപ്പം ഇൻ എഫക്ട് ദ സിസ്റ്റം ഈസ് അൺസ്റ്റേബിൾ എന്ന് പറയാം. സോ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സി ആണ്. 2. ദ നമ്പർ ഓഫ് റൂട്ട്സ് ഓൺ ഇക്വേഷൻസ്, ദ നമ്പർ ഓഫ് റൂട്ട്സ് വിൽ ലൈസ് ഓൺ ദ റൈറ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിൻ ഈസ് 2 because number of sign changes will be 2. So അപ്പം ഈ RH ക്രൈറ്റീരിയയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നോക്കി, RH ക്രൈറ്റീരിയ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. RH ക്രൈറ്റീരിയയിൽ
first column, in the case first column, okay, in first column, number of sign changes represents the number of roots lies in the right half of S plane. Right half of S plane. This is the first point നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇതൊന്ന് അറിഞ്ഞിരിക്കുക. ഇനി ഒരു കാര്യം കൂടെ നോക്കുക. സപ്പോസ് നമ്മളിപ്പം എക്സാം ഞാൻ ഇതിലേക്കൊന്നും പോകുന്നില്ല. സപ്പോസ് ഒരു എക്സാമ്പിൾ 2, 3, 7 that would be 3 into 3 9. Sorry, again I am making is 2 and 3. 2 and 3 അങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സപ്പോസ് നമുക്കിപ്പോൾ കിട്ടുന്നത് 0, 5, 0 ഇങ്ങനെ ഒരു എലമെൻറ്റ് കിട്ടുകയാണെന്ന് വെച്ചാൽ RS ട്രൈറ്റ് ചെയ്ത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇത് എക്സാക്ട് വാല്യൂ എന്നല്ല, ഞാൻ പറയുന്ന ഒരു കേസ് എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രം. ഒരു റോല് ഫസ്റ്റ് എലമെൻറ്റ് ഇപ്പോൾ 0 ആയിട്ട് വരികയാണെന്ന് വയ്ക്കുക. ഫസ്റ്റ് എലമെൻറ്റ് ഇപ്പോൾ 0 ആയിട്ട് വരുന്നു. ഇൻ സച്ച് കേസസ്, അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു കേസ് വരികയാണ്, നമ്മൾ ചെയ്തു വരുമ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് 0 ആണെങ്കിൽ അടുത്തത് നമ്മൾ ചെയ്യുമ്പം അടുത്ത റോ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ എന്തോ അവിടെ ഇൻഫിനിറ്റി ആയിരിക്കും വരുന്നത്. സോ ഇൻ ഓർഡർ ടു അവോയ്ഡ് ദിസ്, അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് താൽക്കാലികമായി നമ്മൾ ചെയ്തു വരുമ്പം ഈ 0-ന് പകരം എപ്സിലോൺ എന്നോ അല്ലെങ്കിൽ എ എന്നോ എന്തെങ്കിലും ഒരു കോൺസ്റ്റൻറ്റ് നമ്മൾക്ക് കൊടുക്കുക. കോൺസ്റ്റൻറ്റ് കൊടുത്ത് ഇത് മൊത്തം കംപ്ലീറ്റ് ചെയ്യണം. അതായത് റൂത്ത് ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക. റൂത്ത് ടേബിൾ കംപ്ലീറ്റ് ചെയ്ത ശേഷം എക്ക് എന്ത് ചെയ്യുക? വി ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് എ വാല്യൂ as 0. എക്ക് 0 ഒന്ന് ഇട്ട് കൊടുക്കുക. 0 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും എത്ര സൈൻ ചേഞ്ചസ് ഉണ്ടെന്നുള്ളത്. ഇഫ് ദർ ഈസ് നോ സൈൻ ചേഞ്ച്, നമുക്ക് പറയാം സിസ്റ്റം സ്റ്റേബിൾ ആണ്. സൈൻ ചേഞ്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ സിസ്റ്റം അൺസ്റ്റേബിൾ എന്ന് നമുക്ക് പറയാം. ക്ലിയർ? സിസ്റ്റം അൺസ്റ്റേബിൾ എന്ന് നമുക്ക് പറയാം. അതുപോലെ വേറൊരു പോസിബിലിറ്റി എന്ന് വെച്ചാൽ ഈ കേസ് എന്ന് പറയുന്നത് എന്താ? ഫസ്റ്റ് എലമെൻറ്റ് 0 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? ഫസ്റ്റ് എലമെൻറ്റ് 0 കേസ്. ഇഫ് നമ്മൾ ചെയ്ത് വരുന്ന സമയത്ത് സപ്പോസ് ഒരു കുറച്ച് വാല്യൂസ് ഉണ്ടെന്ന് വയ്ക്കുക. വട്ട് എവർ വിത്ത് വാല്യൂ. ഇഫ് എ റോ കംപ്ലീറ്റ് 0 ആവുകയാണെന്ന് വയ്ക്കും. റോ കംപ്ലീറ്റ് 0 ആകുന്നു എങ്കിൽ റോ ഓഫ് 0 പ്രോബ്ലം എന്ന് പറയും. ഒരു റോ കംപ്ലീറ്റ് 0 വരികയാണെന്നുണ്ടെങ്കിൽ ദെൻ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഓക്സിലറി ഇക്വേഷൻ നമ്മൾ എടുക്കുക. അതായത് ഇതിൻ്റെ ഇക്വേഷൻ എടുക്കുക, അതിനൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത എലമെൻറ്റിൻ്റെ അടുത്ത റോയുടെ ഇക്വേഷൻ നമുക്ക് കിട്ടും. ഓക്കെ, ഞാനത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാത്ത കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ ക്ലാസ്സുകളിൽ ഒത്തിരി ഡിസ്കസ് ചെയ്തതാണ്. വീണ്ടും അത് സെയിം തിങ് പറയുകയാണെന്ന് റിപ്പീറ്റഡ് ആയി പോകും. അതുകൊണ്ടാണ് ആ ഒരു പോയിന്റ് നിങ്ങൾക്ക് ക്ലിക്ക് ആവാൻ വേണ്ടിയിട്ട് മാത്രം ഇത് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഇപ്പോൾ ഒരു റോ കംപ്ലീറ്റ് 0 വരികയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ എക്സ്പെക്ട് some of the roots will lies on the imaginary axis. So row of 0 വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുക the system will be marginally stable ആയിരിക്കും. Mostly the system will be marginally stable എന്നുള്ളത് മനസ്സിലാക്കുക. ക്ലിയർ? റൈറ്റ്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അപ്പോൾ ഇതും നേരത്തെ ഒരു കാര്യം പറഞ്ഞ റൗത്ത് ഹെർവിറ്റ്സ് ക്രൈറ്റീരിയ വേറൊരു ഇതെന്ന് പറയുന്നത് Routh-Hurwitz criteria is used to measure the stability. Routh-Hurwitz criteria is used to measure the stability. ആ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് എന്താ? അബ്സല്യൂട്ട് സ്റ്റെബിലിറ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. Routh-Hurwitz criteria will provide absolute stability. What do you mean by absolute stability? That means the system will says the system is stable or unstable. അത്രേ പറയത്തുള്ളൂ. System is stable or unstable. അപ്പോൾ അബ്സല്യൂട്ട് സ്റ്റെബിലിറ്റി ആയിരിക്കും സാധാരണ Routh-Hurwitz criteria നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, എനിവേ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ലൂപ്പ് ഗെയിൻ G of H of a closed loop system is given by the expression K divided by S into S plus 2 into S plus 4. The value of K for which the system becomes unstable. Options are A 6, B 8 and C 48 and D 96. Right? So these are the options we are providing. അല്ലേ? അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കുക, നമുക്ക് തന്നിരിക്കുന്ന K by S into S plus 2 into S plus 4 എന്ന് പറയുന്നത് നമുക്ക് എന്താ തന്നിരിക്കുന്നത്?
നമ്മുടെ ജി ഓഫ് എസ് എച്ച് ഓഫ് എസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ. ലൂപ്പ് ഗെയിൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ലൂപ്പ് ഗെയിൻ ജി എച്ച് എന്ന് പറയുന്നതാണ് നമുക്ക് തന്നിരിക്കുന്നത് കെ ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് കെ ഈക്വൽ ടു കെ ഇൻറ്റു എസ് പ്ലസ് 2 ഇൻറ്റു എസ് പ്ലസ് 4 എന്ന് നമുക്ക് പറയാം. കെ ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 2 എസ് ഇൻറ്റു എസ് പ്ലസ് 2 ഇൻറ്റു എസ് പ്ലസ് 4. അപ്പോൾ ഇങ്ങനെ വരുന്ന കേസിൽ നമുക്ക് എന്താണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കണ്ടുപിടിക്കാൻ 1 പ്ലസ് ജി എച്ച് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ എന്താണ് 1 പ്ലസ് കെ ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് 2 ഇൻറ്റു എസ് പ്ലസ് 4 എന്ന് നമുക്ക് എഴുതാം. എൽ സി എടുത്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് എസ് ഇൻറ്റു എസ് പ്ലസ് 2 ഇൻറ്റു എസ് പ്ലസ് 4 പ്ലസ് കെ ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് 2 ഇൻറ്റു എസ് പ്ലസ് 4 that is equal to 0. Here also it is 0. അപ്പം നമ്മൾ ചെയ്താൽ എന്ത് കിട്ടും? എസ് സ്ക്വയർ പ്ലസ് 2s ഇൻറ്റു എസ് പ്ലസ് 4 പ്ലസ് കെ ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? എസ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 8 അല്ലേ. എസ് സ്ക്വയർ എസ് ക്യൂബ് പ്ലസ് 6s സ്ക്വയർ പ്ലസ് 8s പ്ലസ് കെ ഈക്വൽ ടു 0. അപ്പോൾ ഈ ഒരു ഇക്വേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദിസ് ഇക്വേഷൻ ഇസ് കോൾഡ് ആസ് മൈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് അല്ലേ. ഒരു ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്ന് പറയാം. അപ്പോൾ ഈ പോളിനോമിയൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? വെദർ ദ സിസ്റ്റം ഈസ് സ്റ്റേബിൾ ഓർ അൺസ്റ്റേബിൾ. ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് എന്തോ കെയുടെ വാല്യൂ എന്ത് വരെ ആകാം. ടു നോട്ട് ജസ്റ്റ് ബിക്കംസ് അൺസ്റ്റേബിൾ. കെയുടെ വാല്യൂ ആ വാല്യൂവിനെക്കാട്ടും കൂടിയാൽ അപ്പം സിസ്റ്റം അൺസ്റ്റേബിൾ ആവും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്ന് പറയുന്നത് എസ് ക്യൂബ് പ്ലസ് 6s സ്ക്വയർ പ്ലസ് 8s പ്ലസ് കെ ഈക്വൽ ടു 0. ക്ലിയർ? വൺ മോർ തിങ്, ഞാൻ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ക്വസ്റ്റ്യൻസും ഗേറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓൾ ദ ക്വസ്റ്റ്യൻസ് നമുക്ക് പി എസ് സിയിലുള്ള എല്ലാ കൺട്രോൾസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇഫ് യു നീഡ് മോർ ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, അതിൽ പ്രശ്നമൊന്നുമില്ല. എനിവേ, ഇപ്പോൾ ഈ ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. സി എസ് ക്യൂബ് എസ് സ്ക്വയർ എസ് റൈസ് ടു 1 എസ് റൈസ് ടു 0 ഇങ്ങനെ ഇരിക്കുകയാണ്. വാല്യൂ വിൽ ബി 1 8 ദെൻ 6 കെ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. 1 അതായത് നമ്മൾ റൂട്ട് ടേബിൾ എഴുതുന്നത് ഫസ്റ്റ് ടേം ദെൻ ഓൾട്ടർനേറ്റ് ടേം 1 8 സെക്കൻഡ് റോൾ 6 കെ എന്ന് എഴുതി. സോ വാട്ട് വിൽ ബി ദ ഫസ്റ്റ് വൺ? ഫസ്റ്റ് വൺ എങ്ങനെ എഴുതുന്നത്? 6 ഇൻറ്റു 8 മൈനസ് 1 ഇൻറ്റു കെ ഡിവൈഡഡ് ബൈ 6 അല്ലേ. 6 ഇൻറ്റു 8 മൈനസ് 1 ഇൻറ്റു കെ ബൈ 6. അപ്പോൾ 6 ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ 48 മൈനസ് കെ ഡിവൈഡഡ് ബൈ 6. നൗ ദെൻ വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് കെ? അടുത്ത എന്തായിരിക്കും? 40. നെക്സ്റ്റ് ഇക്വേഷൻ എന്ത്? നെക്സ്റ്റ് വാല്യൂ എന്താ? 48 മൈനസ് കെ ബൈ 6 ഇൻറ്റു കെ മൈനസ് 6 ഇൻറ്റു 0 ഡിവൈഡഡ് ബൈ 48 മൈനസ് കെ ഡിവൈഡഡ് ബൈ 6. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ കിട്ടുന്നത്? കെ തന്നെ കിട്ടും. ലാസ്റ്റ് ടേം എവിടെയാണ് എഴുതിയിരിക്കുന്നത് നോക്കിയാൽ ലാസ്റ്റ് ടൈം കെ ആണ്. കെ അപ്പോൾ ഓൾട്ടർനേറ്റ് റോസിൽ അത് വരും. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് എന്താണ്? അൺസ്റ്റേബിൾ ആവാം കെയുടെ വാല്യൂ എന്തായിരിക്കണം എന്ന് പറയുന്നത് അല്ലേ. ഈ അപ്പം റൗത്ത് ഹർവിറ്റ്സ് ക്രൈറ്റീരിയ പറയുന്നത് എന്താ? ഫസ്റ്റ് കോളം ഷുഡ് നോട്ട് ബി നെഗറ്റീവ് വാല്യൂ ഓർ 0 ആവാൻ പാടില്ല, നെഗറ്റീവ് വാല്യൂ ആവാൻ പാടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സോ കെ ഷുഡ് ബി എനിവേ കെ എന്തായാലും ലെസ് ദാൻ വാല്യൂ ആവാൻ പാടില്ല. കെ ലെസ് ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ടേം ആവും, സോ അൺസ്റ്റേബിൾ ആണ്. കെ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0. അപ്പം കെ ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പം 48 മൈനസ് കെ ഡിവൈഡഡ് ബൈ 6 ആ ടേം എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0. ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ റൈറ്റ് 48 മൈനസ് കെ ഈക്വൽ ടു 0. കെ ഈസ് ഈക്വൽ ടു 48 അല്ലേ. കെ എന്ന് പറയുന്ന വാല്യൂ 48 കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് 0. ഇറ്റ് ബിക്കംസ് 0. ഇഫ് യു ആർ പ്രൊവൈഡിങ് കെ എസ് 49 കൊടുത്താൽ എന്ത് സംഭവിക്കും? നെഗറ്റീവ് വാല്യൂ ആയി. നെഗറ്റീവ് വാല്യൂ ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചു? സിസ്റ്റം ബിക്കംസ് അൺസ്റ്റേബിൾ എന്ന് നമുക്ക് പറയാം. സിസ്റ്റം ബിക്കംസ് അൺസ്റ്റേബിൾ. കീപ്പ് ഇൻ മൈൻഡ്, ഓൾവേസ് കീപ്പ് ഇൻ മൈൻഡ്, ഈ ഫസ്റ്റ് കോളത്തിലുള്ള എൻട്രീസ് മൊത്തം ഇറ്റ് ഷുഡ് ബി എ പോസിറ്റീവ് വാല്യൂസ്. ഓക്കെ, ഇപ്പോൾ 0യോ
negative values ഒന്നും വരാൻ പാടില്ല എന്നുള്ളതാണ് അർത്ഥം. So what will be the value? K should be 48. So here option C is the correct answer. So what is the range of K? Range of K എന്ന് പറയുന്നത് എന്താ? K should be greater than 0 but less than 48. Okay, K should be greater than 0 but less than 48. It will be the correct answer. It's the range of K. So ഇവിടെ നമുക്ക് K യുടെ വാല്യൂ നമുക്ക് കിട്ടി. It will be C. I hope it is clear, right? Now I can move to the next question. Next question like one. Right. A question from time response analysis. Okay. Time response analysis എന്ന് പറയുന്ന ടോപ്പിക് എന്നൊരു ക്വസ്റ്റ്യൻ ആണ്. See, for the system 2 by s plus 1, the approximate time taken for a step response to reach 98% of its final value is 1 second, 2 second, 4 second, 8 second. This is the question. Right? This is the question. So for a system 2 by s plus 1, 2 by s plus 1. That is the question. Taken for a step response. Now, what will be the transfer function? C of s divided by R of s should be equal to 2 divided by s plus 1. Right? 2 divided by s plus 1. Now, here the input is given as R of s is equal to unit step. So, it will be 1 upon s. So, what is C of s? C of s is equal to 2 by s plus 1 into R of s. Now, 2 divided by s plus 1, R of s is 1 by s. So, C of s is equal to 2 divided by s into s plus 1. Now, I need its inverse. C of t because time response is but time response just go for the partial fraction. A by s plus b divided by s plus 1. C of s is equal to. So, what is A? A is equal to s into 2 by s into s plus 1 at s is equal to 0. S is cancel again the A value is 2. Similarly, what is the value B? B is equal to s plus 1 into 2 divided by s into s plus 1 at s is equal to minus 1. So, here we get minus 2. But what is C of t or C of s will be equal to 2 by s minus 2 by s plus 1. So, what is its inverse? C of t is L inverse 2 into 1 by s u of t minus 2 into s plus a 1 e raised to minus t into u of t. So, this is what we are obtained. E raised to C of t എന്ന് പറയുന്നത് C of t നമുക്ക് തന്നിരിക്കുന്ന റെസ്പോൺസ് ഇന്ന് നമുക്ക് തന്ന റെസ്പോൺസ് ഇന്ന് നമ്മൾ കണ്ടുപിടിച്ചതാണ് C of t എന്ന് പറയുന്നത് 2 e raised to u of t minus 2 e raised to minus t into u of t എന്ന് നമുക്ക് കിട്ടി. The step response reaches 98% of its final value. See 98% means if I am plotting the graph, response will be like this. It will be settling, but final value settling. So, what will be the final value? So, final value in the C of infinity should be equal to t tends to infinity, this term will become 0. U of t infinity the value will be 2. So, the peak value, maximum value it will be 2. Final value what is the final value? It will be 2. Is it clear? Final value it should be 2. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ വേണ്ട 98% അപ്പുള്ള വാല്യൂ ആണ് വേണ്ടത് അല്ലേ 98% അപ്പുള്ള വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 2 into 1 minus e raised to minus t എന്ന് പറയുന്നത് 98% of its final value അല്ലേ. Step response to reach 98% of its final value. 98% എന്താ 0.98 of its final value is 2. Clear? 0.98 into 2. So, from that equation, we can write 2 minus 2 e raised to minus t is equal to 0.98 into 2. 0.98 into 2. So, from this equation, we can solve t value. Okay, t value. Now,
എത്ര കിട്ടും? What will be the value we are obtained? 2 e raised to minus t എന്ന് പറയുന്നത് 2. So 2 e raised to minus t എന്ന് പറയുന്നത് എത്ര കിട്ടും നോക്കിയേ? 0.98 into 2, 98 into 2 എത്ര? 1.96 കിട്ടും. അപ്പോൾ 2 minus 1.96 എന്ന് പറഞ്ഞാൽ 0.04. അപ്പം e raised to minus t എന്ന് പറയുന്നത് എത്ര കിട്ടും? 0.02. ക്ലിയർ? 0.02 എന്ന് കിട്ടും. So now my aim is to find the value of t itself. So we are taking the natural logarithm on both sides. Natural logarithm എടുത്തു കഴിഞ്ഞാൽ we get the value. Natural logarithm എടുത്താണെങ്കിൽ എന്താ? 0.02 ആണ്. So 0.02 എന്ന് പറയുന്നത്, so natural logarithm of 50, that is equal to 3. Approximately we get, right? Approximately we get 3.91, right? We are taking the logarithm on both sides. Just take the logarithm on both sides. We get the value approximately 3.91. So this is, we can approximate as 4 seconds. We can approximate as 4 seconds. So option C is the answer. 4 seconds ആണ് നമുക്ക് ഇവിടെ കിട്ടുന്ന വാല്യൂ. 0.02 into that e raised to minus t എന്ന് പറഞ്ഞാൽ 0.02. So we have to find the value of t. അല്ലേ? സോ ടി കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താ? ടേക്ക് ലോഗരിതം ഓൺ ബോത്ത് സൈഡ്, നാച്ചുറൽ ലോഗരിതം ഓൺ ബോത്ത് സൈഡ്സ്. അപ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വി ഗെറ്റ് ദ വാല്യൂ ആസ് 4 seconds. ഓക്കെ, ജസ്റ്റ് 4 seconds. റൈറ്റ്, ദിസ് ഇസ് ദ ആൻസർ. 4 seconds. Right, 4 seconds. I hope it is clear. Right? Then we go to the next question. We can move to the next question. This is a very good question. A closed loop system is stable, right? A closed loop system is stable if gain margin is negative and phase margin is positive. Gain margin is positive and phase margin is negative. Both phase margin and gain margin are positive. Both phase margin and gain margin are negative. Dear friends, please keep in mind, for a system to be stable, both gain margin and phase margin should be positive. Clear? Both gain margin and phase margin will be positive. So for a system to be stable, option C is the answer. For a system to be stable, both gain margin and phase margin should be positive. If the value of phase margin and gain margin will be higher, the system will be more stable. Clear? The system will be more stable. So please keep in mind, for a system to be stable, gain margin and phase margin should be positive. പോസിറ്റീവ് ആണെങ്കിൽ സ്റ്റേബിൾ ആണ്. ഗെയിൻ മാർജിൻ്റെ വാല്യൂയും ഫേസ് മാർജിൻ്റെ വാല്യൂയും കൂടുതലാവാണ്. ഹയർ ദ വാല്യൂ ഓഫ് ഗെയിൻ മാർജിൻ ആൻഡ് ഫേസ് മാർജിൻ, ഹയർ ദ സ്റ്റെബിലിറ്റി ഓഫ് ദ സിസ്റ്റം. ക്ലിയർ? ഹയർ ദ സ്റ്റെബിലിറ്റി ഓഫ് ദ സിസ്റ്റം. Clear? Now we can move to the next question. It's a simple question. We can move to the next question. Now, addition of 0 to the open loop transfer function has the effect of shifting the root locus to the right, thus increasing the stability and decreasing the settling time. Shifting the root locus to the right and thus increasing the stability and settling time. Shifting the root locus to the left and thus increasing stability and settling time. Shifting the root locus to the left and then increasing the stability and decreasing the settling time. So dear friends, please keep in mind, if ഇത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് ഒരു റൂട്ട് ലോക്കസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഒരു റൂട്ട് ലോക്കസിൽ നമ്മൾ ഒരു സാധാരണ ഒരു ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ g of s is equal to some k into s plus 2 divided by s into s plus 3 s plus 4 അങ്ങനെ എന്തെങ്കിലും എടുത്ത് ഒരു റൂട്ട് ലോക്കസ് നമ്മൾ വരച്ച് നോക്കുകയാണ്. വരച്ച് നോക്കി കഴിയുമ്പോൾ ഇഫ് ഐ എം ആഡിങ് എ 0 ടു ദാറ്റ് പർട്ടിക്കുലർ സിസ്റ്റം, 0 കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ ബ്രേക്ക് പോയിന്റ് വിൽ ബി ഷിഫ്റ്റഡ് ടുവേർഡ്സ് ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. അല്ലേ? ബ്രേക്ക് പോയിന്റ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ, ഈ റൂട്ട് ലോക്കസ് ലെഫ്റ്റിലോട്ട് അങ്ങ് ഷിഫ്റ്റ് ആവും. ക്ലിയർ? ദ റൂട്ട് ലോക്കസ് വിൽ ഷിഫ്റ്റ് ടുവേർഡ്സ് ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് എസ് പ്ലെയിൻ. അപ്പോൾ ഒരു റൂട്ട് ലോക്കസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഇറ്റ് മീൻസ്, ദ സിസ്റ്റം വിൽ ബിക്കംസ് മോർ സ്റ്റേബിൾ. സിസ്റ്റം സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യണം. അല്ലേ? അപ്പോൾ ദ പോസിബിലിറ്റി ഓഫ് ഷിഫ്റ്റിംഗ് ദ റൂട്ട് ലോക്കസ് റൈറ്റ് ഹാഫ് എന്ന് പറയുന്നത് കുറയാണ്. ഇപ്പോൾ ഒരു മാർജിൻ നമ്മൾ ജെ ഒമേഗ ആക്സിസ് ഇതാണെന്നുണ്ടെങ്കിൽ ഞാൻ 0 ആഡ് ചെയ്യുമ്പോൾ എന്തുവാ, ഈ റൂട്ട് ലോക്കസ് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം. ആ ഡയറക്ഷനിലോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ഇങ്ങോട്ട് വന്നാലേ അൺസ്റ്റേബിൾ ആവത്തുള്ളൂ. സോ സിസ്റ്റം വിൽ ബിക്കംസ് മോർ സ്റ്റേബിൾ എന്ന് നമുക്ക് പറയാം.
Clear? Now, അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, സീറോ ആഡ് ചെയ്യുമ്പം റൂട്ട് ലോക്കസ് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഡിക്രീസസ് ദ സെറ്റിലിംഗ് ടൈം ഓൾസോ. Right? It decreases the settling time also. So here option D will be the answer. Shifting the root locus to the left and thus increasing the stability and decreasing the settling time. So I am changing the question. If a pole is added, what happens? If a pole is added, what happens? If pole add cheyanannundengil nere thiriyum. The root locus will shift towards right. Okay. Pole add cheyda right lote aayirikkum shift cheyyunna. That decreases the stability as well as increases the settling times. Okay. അപ്പോൾ സീറോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? സീറോ ആഡ് ചെയ്ത് റൂട്ട് ലോക്കസ് എന്താ ലെഫ്റ്റിലോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത് മാത്രമല്ല സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു, അതേപോലെ സെറ്റിലിംഗ് ടൈം കുറയ്ക്കുകയാണ്. സോ ഹിയർ ആൻസർ ഡി, ഓപ്ഷൻ ഡി വിൽ ബി ദ ആൻസർ. റൈറ്റ്? We can move to the next question. The border plot is valid for minimum phase network, all phase network, non-minimum phase network, none of the above. Please keep in mind, border plot എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫ്രീക്വൻസി റെസ്പോൺസ് പ്ലോട്ട്. ഓക്കെ, ബോർഡർ പ്ലോട്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫ്രീക്വൻസി റെസ്പോൺസ് പ്ലോട്ട് എന്ന് പറയാം. ബോർഡർ പ്ലോട്ട് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ബോർഡർ പ്ലോട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ടു സ്റ്റഡി ദ ഫ്രീക്വൻസി ഡൊമൈൻ സ്പെസിഫിക്കേഷൻ. ഓക്കെ, ടു സ്റ്റഡി ദി ഫ്രീക്വൻസി ഡൊമൈൻ സ്പെസിഫിക്കേഷൻ. ബോർഡർ പ്ലോട്ട് ആയ വരുന്നത് കൊണ്ട് ഞാൻ അതിലുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഫ്രീക്വൻസി ഡൊമൈൻ സ്പെസിഫിക്കേഷൻസ് എന്ന് നമുക്ക് പറയാം. ഫ്രീക്വൻസി ഡൊമൈൻ സ്പെസിഫിക്കേഷൻസ് സ്റ്റഡി ചെയ്യാം. അതേപോലെ സ്റ്റെബിലിറ്റി ഓഫ് ദ സിസ്റ്റം അനലൈസ് ചെയ്യാം. സ്റ്റെബിലിറ്റി ഓഫ് ദ സിസ്റ്റം, അതേപോലെ ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്യാം. അഡ്ജസ്റ്റ് ദ ഗെയിൻ ടു മീറ്റ് ദ desired specification. Okay, to meet the desired specification. To meet the desired specification. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒരു ബോർഡർ പ്ലോട്ടിൽ നിന്ന് കിട്ടും. മോറോവർ ബോർഡർ പ്ലോട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് ഇറ്റ് ഈസ് ഗിവൺ ഫോർ ഓപ്ഷൻ എ, മിനിമം ഫേസ് നെറ്റ്വർക്സിലായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. മിനിമം ഫേസ് നെറ്റ്വർക്ക്. വൈ ഇറ്റ് ഈസ് സോ? മിനിമം ഫേസ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് all the poles and zeros will lies on the left half of a spline. If for a transfer function, if for a function അല്ലേ, ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ if all the roots, whether it's poles or zeros, all the poles and zeros will lies on the left half of a spline, such systems are called as minimum phase network. That is applicable for the border plot. Okay, so border plot is valid for minimum phase network. Please keep in mind minimum phase network. എന്താണ് മിനിമം ഫേസ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്? മിനിമം ഫേസ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോൾസും സീറോസും ലെഫ്റ്റ് ഹാഫ് ഓഫ് എക്സ്പ്ലെയിനിൽ വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബോർഡർ പ്ലോട്ട് എന്ന് പറയുന്നത്. സോ മിനിമം ഫേസ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. I hope it is clear. Right? So we can move to the next question. Next question. The transfer function, see, the transfer function of the system is given as 100 divided by s square plus 20s plus 100. Then the system is overdamped system, underdamped system, critically damped system and unstable system. Again, this is also repeatedly ഗേറ്റ് എക്സാമിന് ചോദിക്കുന്നതാണ്, PSC എക്സാംസിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. എന്താണെന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ, 100 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 20s plus 100, 20s plus 100. So always this is a second order system. S square is a second order system. If it is a second order system, please, if it is a second order system, always we have to compare this equation with our standard equation, omega n square divided by s square plus 2 theta omega ns plus omega n square. Okay, omega n square divided by s square plus 2 theta omega ns plus omega n square എന്നുള്ള ഇക്വേഷൻ നമുക്ക് എഴുതാം. അപ്പോൾ ഇതിൽ ജസ്റ്റ് കമ്പയർ ചെയ്ത് നോക്കിയേ, ജസ്റ്റ് കമ്പയറിങ് ദീസ് ടു ഇക്വേഷൻ. കമ്പയർ അവർ ഫംഗ്ഷൻ വിത്ത് ദ സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻ. കമ്പയറിങ് the equation with the standard form. Compare the function with the standard form. With the standard form. ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഫോമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തോ ഒമേഗ എൻ സ്ക്വയർ. സോ ഒമേഗ എൻ സ്ക്വയർ എന്ന് പറയുന്നത് ഒമേഗ എൻ സ്ക്വയർ ഇസ് ഈക്വൽ ടു 100. ഒമേഗ എൻ സ്ക്വയർ എന്ന് പറയുന്നത് 100 ആണ്.
So omega n square 100 ആണെന്ന് വെച്ചാൽ അതേപോലെ നമുക്ക് വേറെ ഒരെണ്ണം കിട്ടി 2 സീറ്റ ഒമേഗ എൻ എസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 20s. കമ്പയർ ചെയ്തപ്പോൾ 20s വന്ന സ്ഥലത്താണ് 2 സീറ്റ ഒമേഗ എൻ എസ് വന്നിരിക്കുന്നത്. ഒമേഗ എൻ സ്ക്വയർ ഇസ് 100. സോ ഇഫ് ഇറ്റ് ഈസ് ഒമേഗ എൻ സ്ക്വയർ ഇസ് 100, വട്ട് ഈസ് ഒമേഗ എൻ? ഒമേഗ എൻ എന്ന് പറയുന്നത് √100, ദാറ്റ് ഈസ് ഈക്വൽ ടു 10 റേഡിയൻ പെർ സെക്കൻഡ്. ഓക്കെ, ഒമേഗ എൻ ഇസ് 10 റേഡിയൻ പെർ സെക്കൻഡ്. അപ്പോൾ ഇവിടെ നോക്കിയേ, S is cancelled. So we can write 2 theta omega n is equal to 20. Right? So what is theta? Theta is nothing but 20 divided by 2 omega n. Theta is equal to 20 divided by 2 omega n. So that is equal to 20 by 2 into 10. So 20 by 20. Right? 20 by 20, that is equal to, we get value as 1. Theta. Damping ratio എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി? 1 ആണ് കിട്ടിയത്. സീറ്റ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇഫ് ഇറ്റ് ഈസ് 1, then that type of system is called as critically damped system. That system is called as critically damped system. അപ്പോൾ ഇത് നമ്മൾ ക്ലാസ്സിൽ ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. ഇഫ് ദ വാല്യൂ ഓഫ് സീറ്റ ഈസ് ഈക്വൽ ടു 0, such system is called as undamped system എന്ന് പറയും. It's called as undamped system. If the value theta is lies between 0 and 1, 0 നും 1 നും ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിന്, ആ ടൈപ്പ് സിസ്റ്റത്തിന് നമ്മൾ പറയുന്ന പേര് അണ്ടർ ഡാംപ്ഡ് സിസ്റ്റം എന്ന് പറയും. സിസ്റ്റം ഇസ് കോൾഡ് ആസ് അണ്ടർ ഡാംപ്ഡ് സിസ്റ്റം. ഇഫ് സീറ്റ ഇസ് ഈക്വൽ ടു 1, ദാറ്റ് ടൈപ്പ് ഓഫ് സിസ്റ്റം ഇസ് കോൾഡ് ആസ് ക്രിട്ടിക്കലി ഡാംപ്ഡ് സിസ്റ്റം. ഓക്കെ, ക്രിട്ടിക്കലി ഡാംപ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞു. അതേപോലെ ഇഫ് theta is greater than 1, okay, if theta greater than 1, അതിനെ ഓവർ ഡാംപ്ഡ് സിസ്റ്റം എന്ന് പറയും. ഇറ്റ്സ് കോൾഡ് ആസ് ഓവർ ഡാംപ്ഡ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഓവർ ഡാംപ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷൻ വരണമെന്നുണ്ടെങ്കിൽ എന്തോ, ദ വാല്യൂ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 1. ഫോർ അണ്ടർ ഡാംപ്ഡ് സിസ്റ്റം ദ വാല്യൂ വിൽ ബി ബിറ്റ്വീൻ 0 and 1. If it is equal to 1, that system is called as critically damped system. അപ്പോൾ നമുക്കിവിടെ സീറ്റ കിട്ടിയത് 1 ആണ്. സോ അതുകൊണ്ട് നമുക്ക് ക്രിട്ടിക്കലി ഡാംപ്ഡ് സിസ്റ്റം നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, ആൻസർ സി ഇസ് ദ ആൻസർ. Now we can move to the next question. Next question. A system with 0 initial condition has the closed loop transfer function T of s is equal to s square plus 4 divided by s plus 1 into s plus 4. The system output is 0 at the frequency 0.5 radian per second, 1 radian per second, 2 radian per second and 4 radian per second. Again, it is again a ഇത് ഒരു പ്രാവശ്യം PSC യിൽ ചോദിച്ചിട്ടുള്ള, ഗേറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. See, the transfer function is given as s square plus 4 divided by s plus 1 into s plus 4. Okay, transfer function എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് ആണ് അല്ലേ, ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. സോ ഐ എം ടേക്കിംഗ് ദിസ് as C of s divided by R of s. അതാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് C of s ഉം ഇൻപുട്ട് R of s എടുക്കുകയാണ്. C of s by R of s is equal to s square plus 4 divided by s plus 1 into s plus 4. Given that output, system output 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം C of s is equal to 0 എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ എന്താ, 0 by R of s is equal to s square plus 4 divided by s plus 1 into s plus 4 നമുക്ക് എഴുതാം. അപ്പോൾ ഇതിനിപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ s square plus 4 into R of s എന്ന് പറയുന്നത് is equal to 0. അപ്പോൾ ഹിയർ ഏത് ടൈം ആയിരിക്കും 0 ആവുന്നത്? R of s will never become 0. So only possibility will be s square plus 4 will becomes 0. S square plus 4 is equal to 0. അങ്ങനെയാണെങ്കിൽ what is s square? S square is equal to minus 4. അപ്പോൾ what is value of s? S is equal to plus or minus j2 എന്ന് കിട്ടി. നമുക്കറിയാം what is s? S is equal to sigma plus j omega, plus or minus j omega. So when comparing, what is omega? Omega is equal to 2 radian per second എന്ന് നമുക്ക് കിട്ടും അല്ലേ. The value of omega is equal to 2 radian per second എന്ന് കിട്ടി. So here option C is the most correct answer. C is the correct answer. 2 radian per second. Is it clear? I hope it is clear. C, option C ആണ് correct answer. Right? Yes. അപ്പോൾ നമുക്ക് ഇതിൽ വേറെ സംശയങ്ങളൊന്നുമില്ല, ആരും സംശയമൊന്നും വന്നിട്ടില്ല. ഓക്കെ, ഫൈൻ.
അപ്പോൾ നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം, അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. സി, consider the board magnitude plot shown in figure. The transfer function h of s is equal to ഒരു പ്ലോട്ട് തന്നിട്ടുണ്ട്, ഒരു മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് തന്നിട്ടുണ്ട്, ഒരു ബോർഡർ പ്ലോട്ട് മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് തന്നിട്ടുണ്ട്. അതിൻ്റെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അല്ലേ. ഓപ്ഷൻ എ ഈസ് എസ് പ്ലസ് 10 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 100, പിന്നെ 10 ഇൻറ്റു എസ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 10 ഇൻറ്റു എസ് പ്ലസ് 100, 100 ഇൻറ്റു എസ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 10 ഇൻറ്റു എസ് പ്ലസ് 100, 1000 ഇൻറ്റു എസ് പ്ലസ് 100 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 10. ഇങ്ങനെ നമുക്ക് 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഒരു കാര്യം നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു ബോർഡർ പ്ലോട്ട് നമുക്ക് തന്നു കഴിഞ്ഞാൽ ആദ്യം മനസ്സിലാക്കാം അതിന് ഇനീഷ്യൽ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. ഇനീഷ്യൽ സ്ലോപ്പ് എന്ന് പറയുന്നത് തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിസ്റ്റത്തിൻ്റെ ടൈപ്പ് എന്താണോ നമുക്ക് തന്നിരിക്കുന്ന സിസ്റ്റത്തിൻ്റെ ടൈപ്പ് ആയിരിക്കും അത് റിപ്രസെൻ്റ് ചെയ്യുന്നത്. ഇവിടെ ഇനീഷ്യൽ സ്ലോപ്പ് എന്നുള്ളത് 0 ആണെന്ന് വയ്ക്കുക, 0 അല്ലേ, സ്റ്റാൻഡേർഡ് 0 അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടൈപ്പ് 0 സിസ്റ്റം ആയിരിക്കും. ഇഫ് ഇറ്റ് ഈസ് 20 ഫസ്റ്റ് ഓർഡർ സിസ്റ്റം, റൈറ്റ്. സോ അങ്ങനെ നമുക്ക് പറയാം. നൗ ഇനി ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, 1, 10, 100 ഈ 3 എണ്ണമാണ് ശരിക്കും എന്താ കോർണർ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ദിസ് ഇസ് കോൾഡ് ആസ് കോർണർ ഫ്രീക്വൻസി. അപ്പം എന്തിനെയാണ് നമ്മൾ കോർണർ ഫ്രീക്വൻസി എന്ന് പറയുന്നത്, എന്ത് ഫ്രീക്വൻസീസിനെയാണ് നമ്മൾ കോർണർ ഫ്രീക്വൻസി എന്ന് പറയുന്നത്? കോർണർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് the frequency which separates, right, the frequency which separates the low frequency region and high frequency region. ഒരു കർവ് ഒരു പർട്ടിക്കുലർ പോയിന്റ് രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു പ്ലോട്ട് രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി അറ്റ് വിച്ച് the plot is divided into 2 regions, low frequency region and high frequency region. That frequency is called as corner frequency എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. നോക്കിയേ, the first we are starting from 0. Okay, we are starting from 0. When we reach 1, then it moves to 10, then it moves to 100. Okay, ഇതാണ് നമ്മുടെ നേച്ചർ. അപ്പോൾ 1 നിന്ന് 10 പോകുമ്പോൾ the slope will be 20 dB per decade, 20 decibel per decade. അപ്പോൾ അതിൻ്റെ അർത്ഥം പ്ലസ് 20 decibel per decade ആണെന്നുണ്ടെങ്കിൽ it have a 0 അല്ലേ, ന്യൂമറേറ്റർ അല്ലേ. 20 decibel per decade വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു 0 ഉണ്ടെന്നാണ് അർത്ഥം. അപ്പം 1 എന്ന് പറയുന്ന പൊസിഷനിൽ ഒരു 0 നമുക്കുണ്ട്. 1 എന്ന് പറയുന്ന പൊസിഷനിൽ ഒരു 0. ദെൻ 10 to 100 എന്ന് പറയുന്നത് സ്ലോപ്പ് വിൽ ബി 0. അപ്പോൾ സ്ലോപ്പ് 0 ആവണമെന്നുണ്ടെങ്കിൽ എന്താ, പ്ലസ് 20 decibel per decade ഉള്ള സ്ലോപ്പ് 0 ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്താൽ 0 ആവത്തുള്ളൂ, -20 ആഡ് ചെയ്താലേ 0 ആവത്തുള്ളൂ. അപ്പോൾ -20 ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ, ദർ ഷുഡ് ബി എ പോൾ. സോ ദിസ് വിൽ ബി എ പോൾ. നൗ അഗെയിൻ 0 എന്ന് വീണ്ടും -20 ആണ്. -20 എന്ന് പറയുമ്പോൾ എന്താ, ഇവിടെയും ഒരു പോൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി, റൈറ്റ്. സോ ദീസ് ആർ മൈ ഫ്രീക്വൻസീസ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒന്ന് എഴുതി നോക്കിയേ, നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത് 1 + ST എന്ന് നമുക്ക് എഴുതാം. ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം 1 + S/ω എന്ന് നമുക്ക് എഴുതാം, 1 / S + ω. സോ വാട്ട് വിൽ ബി ദ ഫംഗ്ഷൻ ഹിയർ, 1 + S/1, S/ω ആ ഫോമിലാണ് എഴുതുന്നത്. ഇവിടെ വരുമ്പോൾ എന്താ 1 + S/10, ഇവിടെ വരുമ്പോൾ 1 + S/100. സോ ദീസ് ആർ ദ പോൾസ് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, പഠിച്ച ട്രാൻസ്ഫർ ഫംഗ്ഷൻ വിൽ ബി ഈക്വൽ ടു 1 + S ഡിവൈഡഡ് ബൈ താഴെ എന്താ 1 + S/10 ഇൻറ്റു 1 + S/100. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യമാണ് നമുക്ക് ഈ പ്ലോട്ടിൽ നിന്ന് കിട്ടി. അപ്പോൾ എല്ലാവരും തെറ്റിക്കുന്നൊരു കാര്യമാണ്, ഇവിടെ എന്താ ഒരു ടേമും കൂടെ വരും, എന്താണ് നമ്മുടെ കോൺസ്റ്റൻറ്റ് കെയും കൂടെ വരും. ഓക്കെ, എന്നാൽ നമുക്ക് പിന്നെ നോക്കാം. അപ്പോൾ ആദ്യം ഇതിനെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ K ഇൻറ്റു 1 + S ഡിവൈഡഡ് ബൈ 1 + 0.1 S ഇൻറ്റു 1 + 0.01 S എന്ന് നമുക്ക് കിട്ടി. ഇതാണ് നമുക്ക് കിട്ടിയത്. സോ ഹൗ വി ക്യാൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് K ഈസ് നത്തിങ് ബട്ട് K എങ്ങനെ കണ്ടുപിടിക്കാം, K എന്ന് പറയുന്നത് 20 log K ഈസ് ഈക്വൽ ടു, ഇവിടെ എത്ര കിട്ടുന്നത്, 20 log K ഈസ് ഈക്വൽ ടു എന്താ, വി ഗെറ്റ് -20 അല്ലേ. അപ്പോൾ log K ഈസ് ഈക്വൽ ടു -1 എന്ന് കിട്ടി. സോ വി ആർ ടേക്കിംഗ് ദ ബേസ് 10 to the base ലോഗരിതം എടുക്കുകയാണെങ്കിൽ K ഈസ് ഈക്വൽ ടു 10⁻⁻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 ⁻
So that will be equal to 0.1. 1 by 10 we get 0.1, right? So what is the value? 0.1 into 1 plus s divided by, ഇപ്പോൾ ഇവിടെ നോക്കിയേ, നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് എല്ലാം എസിൻ്റെ പവറിലാണ് അല്ലേ. എസ് പ്ലസ് 10 എസ് പ്ലസ് 100 എന്നാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, ഈ 0.1 പുറത്തെടുക്കുകയാണെന്ന് വെച്ചു. 0.1 പുറത്തെടുത്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ ബിക്കംസ് എസ് പ്ലസ് 10. 0.01 അവിടെ എടുത്തു കഴിഞ്ഞാൽ എസ് പ്ലസ് 100 എന്ന് കിട്ടും. ഓക്കെ, എസ് പ്ലസ് 100 എന്ന് കിട്ടി. അപ്പോൾ വാട്ട് വിൽ ബി ദ വാല്യൂ? 0.1 ഡിവൈഡഡ് ബൈ 0.001 ഓഫ് എസ് പ്ലസ് 10 ഇൻറ്റു എസ് പ്ലസ് 100 എന്ന് നമുക്ക് എഴുതാം. ഇവിടെ എന്താ? 1 പ്ലസ് എസ് പ്ലസ് 1. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ആയി കഴിഞ്ഞാൽ എന്താ? 0.01. അതായത് എന്താണ്? 100 ഇൻറ്റു എസ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 10 ഇൻറ്റു എസ് പ്ലസ് 100 എന്ന് നമുക്ക് കിട്ടും. റൈറ്റ്? 100 ഇൻറ്റു എസ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 10 ഇൻറ്റു എസ് പ്ലസ് 100. ഓപ്ഷൻ സി ആണ് ഇതിലെ ആൻസർ, കറക്റ്റ് ആൻസർ. 100 ഇൻറ്റു എസ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 10 ഇൻറ്റു എസ് പ്ലസ് 100. അപ്പോൾ എപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും മറന്നു പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കോൺസ്റ്റൻറ്റ് കെയുടെ കാര്യം നമ്മൾ മറന്നു പോകും. കെ നമ്മൾ ചെയ്യത്തേ ഇല്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടിയ ഈ ആൻസർ കിട്ടുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമുക്ക് ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് ചൂസിങ് ദ ഓപ്ഷൻ വിത്തൗട്ട് കെ. കെ ഇല്ലാത്തൊരു വാല്യൂ നമ്മൾ ചൂസ് ചെയ്യാൻ നമുക്ക് ടെൻഡൻസി കൂടിപ്പോകും. അതുകൊണ്ട് ശ്രദ്ധിക്കുക, എല്ലാം നമ്മൾ ബോർഡർ പ്ലോട്ടിൽ നമുക്ക് കിട്ടിയ ശേഷം കെയുടെ വാല്യൂ എന്ന് പറയുന്നത് 20 log k നമ്മൾ ഇട്ടിട്ട് വേണം ചെയ്യാൻ. നമുക്ക് ആൻസർ കറക്റ്റായിട്ട് കിട്ടും. ക്ലിയർ? ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. നൗ we can move to the next question. Again, same question. For the asymptotic border magnitude plot shown below, the system transfer function can be. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. Here there will be a function. 0.001, 0.1, 10 ഇങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. Again, the corner frequencies will be, here it will be 0.1 and this will be 10. The 0.001. So what will be the slope here? What will be the slope? അപ്പോൾ ഇത് കാര്യം മനസ്സിലാക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. See, this is 0.1. Again, this will be my 10. Initial slope 0 ആണ്. Initial slope 0 ആയതുകൊണ്ട് there will be no what happens? There will be no pole at origin. Type 0 system ആണ്. അപ്പോൾ നോക്കിയേ, ഇവിടെ നോക്കിയേ സ്ലോപ്പ് നോക്കിയേ, ഇവിടെ 40 dB ആണ് കാണിച്ചിരിക്കുന്നത്. 40 dB. അപ്പോൾ ഈ 0.1ഉം 10ഉം ആണ്. സോ ഈ 0.1 നിന്ന് 10, 0.1ഉം 10 എന്ന് പറയുമ്പോൾ there will be 20 units are there. അപ്പോൾ ഇവിടെ ഡെസിബിൾ 40 ആണെങ്കിലും 40 decibel per decade ആണെന്നുണ്ടെങ്കിലും ഇറ്റ് ഈസ് ഇക്വലൻറ്റ് ടു +20 decibel ആയിരിക്കും. +20 decibel per decade. പിന്നെ വരുന്നത് എന്താ? again it will be -20 decibel per decade. കാരണം ഇവിടെ എന്താ? സ്ലോപ്പ് അഗെയിൻ 0 ആയി അല്ലേ. അപ്പോൾ വാട്ട് വിൽ ബി ദ റീസൺ? ഹിയർ വാട്ട് വിൽ ബി ദ റീസൺ? സി, നമ്മൾ ബോർഡർ പ്ലോട്ട് വരയ്ക്കുന്നത് സാധാരണ സെമി ലോ ഗ്രാഫിലാണ് വരയ്ക്കുന്നത്. നിങ്ങൾ സെമി ലോ ഗ്രാഫിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 0.001 കഴിഞ്ഞാൽ പിന്നെ വരുന്ന 0.1 വരും. 0.1 കഴിഞ്ഞാൽ പിന്നെ 0.01 കഴിഞ്ഞല്ല, 0.1നും 10നും ഇടയ്ക്ക് എത്ര ഡിവിഷൻ കാണും? 20 ഡിവിഷൻസ് കാണും. കാരണം എന്താ? 0.1 കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 10 ഡിവിഷൻ കഴിയുമ്പോൾ 1 ആയിരിക്കും വരുന്നത്. 1 കഴിഞ്ഞ് 10 ഡിവിഷൻ കഴിയുമ്പോഴാണ് 10 വരുന്നത്. സോ ദാറ്റ് വിൽ ബി 20 ഡിവിഷൻസ് ആർ ദർ. അതുകൊണ്ടാണ് 40 dB എന്ന് പറയുന്നത് നമുക്ക് 20 decibel per decade എന്ന് എഴുതാമെന്ന് പറഞ്ഞത്. സോ ഇറ്റ് വിൽ ബി പോസിറ്റീവ് ഇൻ നേച്ചർ. സോ ദാറ്റ് വിൽ ബി എ 0 വിൽ ബി ദർ. അപ്പം ഇവിടെ ഒരു 0 ഉണ്ട്, ഇവിടെ എന്താ? പിന്നെ കോൺസ്റ്റൻ്റ് ആവുകയാണ്. അപ്പം സ്ലോപ്പ് 0 ആയി. സോ ഇറ്റ് വിൽ ബി എ പോൾ ഹിയർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പോലെ നമ്മൾ എഴുതുകയാണെങ്കിൽ എന്താ? 1 + s/0.1 എന്ന് എഴുതാം. ഇവിടെ എന്താ? 1 + s/10 എന്നും എഴുതാം. റൈറ്റ്? സോ ഇഫ് വി ആർ ടേക്കിംഗ് ദ ഫംഗ്ഷൻ, when we are taking the function, but we can write 1 + 10s എന്ന് എഴുതാം അല്ലേ. 1 + 10s divided by 1 + 0.1s എന്ന് നമുക്ക് എഴുതാം അല്ലേ. 1 + 10s divided by 0.1s + 1. So 10s + 1 divided by 0.1s + 1 എന്ന് നമുക്ക് കിട്ടി. So what about the value of k? 20 log k is equal to 0. 20 log k equal to 0. So what will be the value of k? 20 log k is equal to 0. See, 20 log k is equal to 0. What will be the value of k? That is equal to nothing but 1. We are taking the log to the base 10. 10 raised to 0, we get 1. So value of k should be here. K will be equal to 1. So
1 into 10s plus 1 divided by 0.1s plus 1. അതായിരിക്കും നമ്മുടെ ആൻസർ. ഏതായിരിക്കും നമ്മുടെ ആൻസർ? 10s plus 1 divided by 0.1s plus 1. ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ക്ലിയർ? ഓപ്ഷൻ എ will be the correct answer. Right. Now, we can move to the next question. I hope there is no doubt in that. Yes. We can move to the next question. I think this is the last question. The frequency response of a linear system g of j omega is provided in the tabular form below. G of j omega is given as 1.3, 1.2, 1, 0.8, 0.5, 0.3, and angle will be minus 130 degree, minus 140 degree, minus 150 degree, minus 160 degree, and minus 180 degree, minus 200 degree. ഇതാണ് തന്നിരിക്കുന്നത്. ഗെയിൻ മാർജിൻ ആൻഡ് ഫേസ് മാർജിൻ ഓഫ് ദ സിസ്റ്റം യു ഹാവ് ടു ഫൈൻഡ്. ഗെയിൻ മാർജിൻ ആൻഡ് ഫേസ് മാർജിൻ നമുക്ക് കണ്ടുപിടിക്കണം. ഇറ്റ്സ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ബട്ട് ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക. ഇപ്പോൾ ഗെയിൻ മാർജിൻ എന്ന് പറയുന്നത് എന്താണ്? എന്തുമാത്രം ഗെയിനാണ് സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സോ ദാറ്റ് ദ സിസ്റ്റം ടു ബി ഇൻ ദ വെർജ് ഓഫ് ഇൻസ്റ്റെബിലിറ്റി. അതേപോലെ ഫേസ് മാർജിൻ ആണെങ്കിലും എന്തുമാത്രം ഫേസ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ലീഡ്സ് ഇൻ ടു ദ വെർജ് ഓഫ് ഇൻസ്റ്റെബിലിറ്റി എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഗെയിൻ മാർജിൻ നോക്കാം. ഗെയിൻ മാർജിൻ നമ്മൾ കണ്ടുപിടിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് ക്രോസ് ഓവർ ഫ്രീക്വൻസി കട്ട് ചെയ്യുന്നത് അല്ലേ. സോ ഗെയിൻ മാർജിൻ കണ്ടത് മൈനസ് 180 ഡിഗ്രി അല്ലേ. മൈനസ് 180 ഡിഗ്രിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പം മൈനസ് 180 ഡിഗ്രി കട്ട് ചെയ്യുന്നതാണ് 0.5 അല്ലേ. അപ്പം ഗെയിൻ മാർജിൻ എന്ന് പറയുന്നത് സോ ഗെയിൻ മാർജിൻ ഈസ് ഈക്വൽ ടു 1/g ഓഫ് ജെ ഒമേഗ. Nothing but 1/g of j omega. 1/g of j omega is nothing but എന്തായിരിക്കും? 1/g of j omega എന്ന് പറയുന്നത് it is nothing but 1 divided by 0.5. So 1/0.5 എന്ന് പറയുന്നത് 2 ആണ് ഗെയിൻ മാർജിൻ. ക്ലിയർ? ഗെയിൻ മാർജിൻ എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ ബട്ട് ഓപ്ഷൻസിൽ 2 എന്നുള്ള ഓപ്ഷൻ ഒന്നും ഇല്ല. ബട്ട് ഡെസിബിളിലാണ് തന്നിരിക്കുന്നത്. ഇത് ലീനിയർ സ്കെയിലിൽ ചെയ്യുമ്പോൾ നമുക്ക് 2 എന്ന് കിട്ടി. അപ്പം നമുക്ക് ലീനിയർ സ്കെയിൽ അല്ലാതെ നമുക്ക് എന്താ ഡെസിബിളിൽ കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ടേക്ക് ദിസ് ഇസ് 20 log of 2. 20 log 2 ചെയ്താൽ മതി അല്ലേ. 20 log of g of j omega ചെയ്താൽ മതി. അപ്പോൾ 20 log 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 6 decibel എന്ന് കിട്ടും. ഓക്കെ, ചെയ്ത് നോക്കുക. വി ഗെറ്റ് 6 decibel കിട്ടും. നൗ വാട്ട് അബൌട്ട് ദ ഫേസ് മാർജിൻ? ഫേസ് മാർജിൻ എന്ന് പറയുന്നത് എന്താ? ഫേസ് മാർജിൻ എന്ന് പറയുന്നത് ഫേസ് മാർജിൻ ഇസ് നത്തിങ് ബട്ട് 180 പ്ലസ് 5gc അല്ലേ. 180 പ്ലസ് ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസി. അതായത് 0 decibel ആയിരിക്കുമ്പോൾ ഉള്ള ഫേസ് എന്താണെന്നുള്ളത്. 0 decibel എന്ന് പറയുന്നത് എന്താ നോക്കി? 20 log k ഇസ് ഈക്വൽ ടു 0 decibel ആവണം അല്ലേ. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് k? k ഷുഡ് ബി ഈക്വൽ ടു 1 അല്ലേ. k ഷുഡ് ബി ഈക്വൽ ടു 1. കെയുടെ വാല്യൂ എന്തായിരിക്കണം? 1 ആയിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ 1 മീൻസ് what will be the value? 1. കെയുടെ വാല്യൂ 1 ആണെങ്കിൽ 1 will be minus 150 degree. So we can write 180 minus 150 degree. I hope it is clear അല്ലേ. നമ്മൾ സാധാരണ 0 decibel ആണ് നോക്കുന്നത്. പക്ഷേ നമുക്ക് തന്നിരിക്കുന്നത് ലീനിയർ സ്കെയിലാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് 180 minus 150 is equal to 30 degree. ഓക്കെ, 30 degree. അപ്പോൾ നമുക്ക് ഗെയിൻ മാർജിൻ 6 decibel ഫേസ് മാർജിൻ 30 degree ആണ്. സോ വി ക്യാൻ ചൂസ് ദ ആൻസർ ഓപ്ഷൻ എ. ഓപ്ഷൻ എ എന്ന് പറയുന്നത് 6 decibel and 30 degree. സോ വൺ മോർ തിങ്, ഒരു കാര്യം കൊണ്ട് നോക്കിക്കോട്ടെ. യെസ്, ഓക്കെ. അപ്പം വി ഗെറ്റ് ദി ആൻസർ 6 decibel and 30 degree. ക്ലിയർ? സോ ഐ ഹോപ്പ് ഇപ്പോൾ ഞാൻ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഐ ഹോപ്പ് കൺട്രോൾ സിസ്റ്റത്തിൽ നമുക്ക് ഒരുവിധം കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓവറോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ബോർഡർ പ്ലോട്ടും ബോർഡർ പ്ലോട്ട് സ്റ്റെബിലിറ്റിനെ കുറിച്ച് ടൈം റെസ്പോൺസ് എല്ലാത്തിലും ഒരു കുറച്ച് സമയം കൊണ്ട് കുറച്ച് കൺസെപ്റ്റ്സ് എനിക്ക് നിങ്ങളുടെ അടുത്ത് എത്തിക്കാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ടച്ച് ചെയ്യാത്ത റൂട്ട് ലോക്കസ്, പോളാർ പ്ലോട്ട് അതൊന്നും ടച്ച് ചെയ്തിട്ടില്ല. ബ്ലോക്ക് ഡയഗ്രം റിഡക്ഷൻ, സിഗ്നൽ ഫ്ലോ ഗ്രാഫ്സ്, അത് ആ ടോപ്പിക്സ് എല്ലാം ക്ലാസ് എടുത്ത സമയത്ത് തന്നെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ അതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. I hope you understand those topics. If you had any doubts, okay, ഒരു ടോപ്പിക്സിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും പ്ലീസ് ഫ്രീ ടു കോൺടാക്ട്. ഓക്കെ, ഐ ഹോപ്പ് അപ്പം എല്ലാവർക്കും എക്സാമിന് എൻ്റെ വക ഓൾ ദ ബെസ്റ്റ്. എൻ്റെയും ഇമെറിറ്റ് ലേണിംഗ് ആപ്പിൻ്റെ വകയിലൊരു ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ എല്ലാവരും നല്ലോണം പ്രിപ്പയർ ചെയ്യുക ആൻഡ് നല്ല മാർക്കോടെ എല്ലാവരും
പാസ്സാവണമെന്നാണ് നമ്മുടെ ആഗ്രഹം, നിങ്ങളുടെ ആഗ്രഹം. സോ എല്ലാം നല്ലത് നടക്കട്ടെ, അതിനുള്ള ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് ഈ സെഷൻ ഞാൻ അവസാനിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.